ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊരു പഴയ ഡി ബി, അതായത് നമുക്ക് എം സി ബികളുടെ എണ്ണം കൂടുതൽ, സർക്യൂട്ടുകളുടെ എണ്ണം കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന സമയത്ത് എം സി ബികളുടെ എണ്ണം കൂടുതൽ വയ്ക്കണം. അപ്പോൾ നമുക്ക് പഴയ ഡി ബി പൊളിച്ച് മാറ്റി ഒരു പുതിയ ഡി ബി വയ്ക്കണം. അതായത് എം സി ബികളുടെ എണ്ണം കൂട്ടി നമുക്ക് സർക്യൂട്ടുകളുടെ എണ്ണം കൂട്ടണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡി ബി എങ്ങനെ മാറ്റാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ, ന്യൂട്രൽ, ഫേസ്, എർത്ത്, അതുപോലെ തന്നെ മാസ്റ്റർ കണക്ഷൻ, ഇൻവെർട്ടർ കണക്ഷൻ, ഇതെല്ലാം സെപ്പറേറ്റ് മാറ്റി ടേപ്പ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഏതാണോ ടേപ്പ് അടിക്കുന്ന ആ ടേപ്പുകളെല്ലാം കറക്റ്റ് ചെയ്ത് ആദ്യമേ തന്നെ മാറ്റി അതിൽ നിന്ന് എം സി ബി കാര്യങ്ങളെല്ലാം ഊരിയെടുക്കുക. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ആ ഡി ബി, ഇപ്പം നേരത്തെ കാണിച്ച ഡി ബി അതെല്ലാം മാറ്റിയതിന് ശേഷം ആ ഭിത്തിയിൽ നിന്ന് ഇളക്കി എടുത്തിരിക്കുന്നതായി കാണുന്നത് വി ഗാർഡിൻ്റെ ഡി ബി ആണെന്ന് അവിടെ വെച്ചിരുന്നത്. അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ പുതിയ 12 വേ ഡി ബിയാണ് ആദ്യം വരുന്നത്. അത് മാറ്റിയതിന് ശേഷം 16 വേയുടെ ഡി ബി വെച്ചു. അതായത് 16 എം സി ബി ടോട്ടൽ നമുക്ക് 16 എം സി ബി കിട്ടാവുന്ന രീതിയിൽ ഐസൊലേറ്ററും ഇ എൽ സി ബി എല്ലാം ഉൾപ്പെടെ 16 എം സി ബികൾ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഡി ബിയാണ് നമ്മൾ വെച്ചത്. ആദ്യം നമ്മൾ വെച്ചത് 12 വേയുടെ ഡി ബി ആണ്. ഇനി അതിലേക്ക് വരുന്ന കണക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ മീറ്റർ ബോക്സിലേക്ക് നമ്മൾ സെപ്പറേറ്റ് പൈപ്പുകൾ കൊടുത്തു. അതിനുശേഷം സെപ്പറേറ്റ് പൈപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നേരെ മീറ്റർ ബോക്സിലേക്ക് സെപ്പറേറ്റ് പൈപ്പ് പോയി. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിന് വേണ്ടി സെപ്പറേറ്റ് പൈപ്പുകൾ പോയി. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡി ബി മാറ്റുന്ന സമയത്ത് സർക്യൂട്ടുകൾ കാര്യങ്ങളെല്ലാം തന്നെ റെഡിന് റെഡ്, അതായത് ഫേസിന് റെഡ് വയർ, ബ്ലാക്കിന് അതായത് ന്യൂട്രലിന് വരുന്നത് ബ്ലാക്ക് വയർ, എർത്തിന് വരുന്നത് ഗ്രീൻ വയർ, ഇങ്ങനെ ഓൾറെഡി നോർമൽ ഓക്കെ ആയിരിക്കും. അതെല്ലാം തന്നെ സെപ്പറേറ്റ് തിരിച്ച് മാറ്റിയിടുക. അതിനുശേഷം ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വരുന്നത് ഇൻവെർട്ടർ ലൈൻ മാറ്റിയിടുക. ഇതുപോലെ തന്നെ മാസ്റ്റർ ലൈൻ മാറ്റിയിടുക. അതിനുശേഷം എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡി ബിയിൽ നിന്ന് ഓരോ വയറുകൾ ഊരിയെടുക്കുന്ന സമയത്ത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് വിടിയിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് എല്ലാ ഡി ബിയും കാര്യങ്ങൾ രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നീട് കംപ്ലീറ്റ് ട്രിപ്പിങ്ങിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ വയർ അഴിക്കുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപാട് സർക്യൂട്ടുകൾ സെപ്പറേറ്റ് വലിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എം സി ബികളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ആദ്യം ഐസൊലേറ്റർ കൊടുത്തു, പിന്നെ എം സി ബി ഐസൊലേറ്റർ കഴിഞ്ഞതിന് ശേഷം ഇ എൽ സി ബി വന്നു, പിന്നെ 20ൻ്റെ എം സി ബി, അത് 10ൻ്റെ എം സി ബി, 16ൻ്റെ എം സി ബി, അങ്ങനെ എം സി ബികൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ട്രിപ്പിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഹൈ ആയിരിക്കും ട്രിപ്പിങ്, നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനും പാടായിരിക്കും. കാരണം പഴയ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.